യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. നിങ്ങൾക്കറിയോ, ഗ്രീക്ക് പുരാണത്തിൽ ഒരു ഗോഡുണ്ട്, ഗോഡ് ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്നത്. ഗോഡ് ഓഫ് മെഡിസിൻ പേര് അസ്ക്ലിപ്പിയസ്. ഈ ഗോഡ് ഓഫ് മെഡിസിന് 5 മക്കളുണ്ട്, 5 പെൺകുട്ടികളാണ്. അതിൽ ആദ്യത്തെ മകളുടെ പേരാണ് ഹൈജിയ. ഈ ഗോഡസിൻ്റെ പ്രത്യേകത എന്നറിയാമോ? She is known as goddess of cleanliness. She is known as goddess of health, sanitation. അങ്ങനെയാണ് ഹൈജിയ എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ ഈ ദേവൻ്റെ മകൾ അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മെഡിസിൻ്റെ ആദ്യത്തെ മകളുടെ പേര് ഹെൽത്ത്, ക്ലെൻലിനെസ്. വൃത്തി എന്നുള്ളത് ആരോഗ്യത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ്. നമ്മുടെ ആരോഗ്യത്തിലേക്കുള്ള മരുന്നിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പ്, ഫസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്നത് അത് ക്ലെൻലിനെസ് ആണ്, വൃത്തിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൃത്തിയെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഹൈജീനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞില്ല, ആ ദേവതയുടെ പേരെന്താണ്? ഹൈജിയ. ആ ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നിരിക്കുന്നത്. ക്ലെൻലിനെസ്, വൃത്തി, ശുചിത്വം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. നമ്മുടെ ശരീരം എത്രമാത്രം നമ്മളിങ്ങനെ വൃത്തിയായിട്ട് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പറയാറില്ലേ, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. ദൈവത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എന്താ? വൃത്തിയാണ്. അപ്പോൾ വൃത്തിയുള്ളവൻ അവർ ദൈവത്തിൻ്റെ തൊട്ടടുത്താണ് എന്നാണ് പറയുക. ഇന്നത്തെ ഗോസ്പലിൽ എന്താ കാണണമെന്നറിയാമോ? ഈശോ ജെറുസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ നിറയെ കച്ചവടക്കാരാണ്, ആകെ അലങ്കോലപ്പെട്ട് കിടക്കുക. ദൈവം ഈശോ അവരെ എല്ലാം എടുത്ത് പുറത്താക്കി കഴിയുമ്പോൾ അവിടുത്തെ ഫരിസേയരൊക്കെ ഇങ്ങനെ, നീ എന്താ അധികാരത്തിലാന്നൊക്കെ പറഞ്ഞ് തർക്കം നടക്കുന്നുണ്ട്. അവസാനം ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ആലയം അതെൻ്റെ ശരീരമാണ്, ഈ ആലയം എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശരീരം ദേവാലയമാണ്. നമ്മളോട് ഈശോ പറയണമെന്നറിയാമോ? നിൻ്റെ ശരീരം അത് ദൈവത്തിൻ്റെ ടെമ്പിളാണ്, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. മൈ ബോഡി ഈസ് ഗോഡ്സ് ടെമ്പിൾ, ഗോഡ്സ് ചർച്ച്. ആ ഒരു അറിവോട് വേണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ വൃത്തി കീപ്പ് ചെയ്യാൻ. നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിച്ചിട്ടുള്ള വൃത്തിയുടെ ശീലങ്ങളില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ചെയ്യണം, കുളിക്കണം, നമ്മുടെ നഖങ്ങൾ വെട്ടണം. എന്തുമാത്രം ശുചിത്വത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും തന്നെ നിർബന്ധിക്കപ്പെട്ടൊരു കാര്യമാണ് എന്ത് ചെയ്യണം? കൈ കഴുകണം, സാനിറ്റൈസ് ചെയ്യണം. സാനിറ്റൈസർ എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ അന്നാണ് കൂടുതൽ ഉപയോഗിച്ചതും നമ്മൾ പഠിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ എത്രമേൽ വൃത്തിയായി നടക്കണമെന്ന് കോവിഡിൻ്റെ സമയത്ത് നമ്മളെ പഠിപ്പിക്കാം. കാരണം എന്താണ്? അണുക്കളിങ്ങനെ പാഞ്ഞു നടക്കുകയാണ്, അണുക്കൾ ഏറിപ്പിടിക്കും, സിക്കാവും, ആളുകൾ മരിക്കുന്നു. അതുകൊണ്ട് വൃത്തിയായിട്ട് നടക്കേണ്ടത് നമ്മുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന് മുഴുവൻ ആവശ്യമാണ്. നമ്മൾ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു, വൃത്തിയായി കുളിച്ച് നടക്കുന്നു. ഇതൊക്കെ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാനിത് പറയുന്നത്, നിങ്ങൾ പള്ളിയിൽ പോയില്ല, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ടാണോ പോകുന്നത്? നിങ്ങൾ കുളിച്ചിട്ട് പോകണം. നിങ്ങൾ അലക്കി തേച്ച് നല്ല വസ്ത്രം ഇടണം, നിങ്ങൾ നല്ല സോക്സ് ഇടണം, നല്ല ഷൂ ഇടണം, നല്ല ചെരുപ്പ് ഇടണം. ഇതൊക്കെ വൃത്തിയായിട്ട്, ഞാൻ പറയുന്നത് എല്ലാം പുതിയത് ഇടണമെന്നല്ല പറയുന്നത്, വൃത്തിയായിട്ട് നിങ്ങളുടെ ചെരുപ്പും നിങ്ങളുടെ വസ്ത്രവും എല്ലാം നിങ്ങൾ വെക്കണം. നിങ്ങളുടെ ഡ്രസ്സും ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കണം. അങ്ങനെ വൃത്തിയായിട്ട് വേണം നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാൻ. കാരണം നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ നന്നായിട്ടൊക്കെ കുളിക്കണം നിങ്ങൾ. പിന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോണ്ടല്ലോ, ശരീരം ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, ദ ഹോൾ ബോഡി, എല്ലാ പാർട്സും, അതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വലി ഇറ്റ് ഈസ് ഡിവൈൻ. എല്ലാം വിശുദ്ധമാണ്, കാരണം ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ ചിലപ്പോഴുണ്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ചിലപ്പോൾ നമ്മൾ അയ്യേ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഷെയിമായിട്ട് സംസാരിക്കാറുണ്ട്. ആരെങ്കിലും അതിനെക്കുറിച്ച് അയ്യേ ഷെയിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒരുപോലെ തന്നെ അത് ഡിവൈൻ ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പ്രൈവറ്റ് ഭാഗങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് കഴുകണം. ഇപ്പോൾ പെനിസിൻ്റെ ഒക്കെ അറ്റത്ത് ഇങ്ങനെ അഗ്രചർമ്മമൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് അതിനകത്ത് അഴുക്ക് കയറാൻ സാധ്യതയുണ്ട്. ഒരുപാട് സെക്ഷൽ ഡിസീസസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ പഠിപ്പിക്കും, അതിൽ തുടരുത്, അത് ചെയ്യാൻ പാടില്ല, അത് തുടരുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ കുളിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് വയ്ക്കണം. ഇതുപോലെ തന്നെയാണ് പെൺകുട്ടികളും. അവിടെ പ്രൈവറ്റ് ഭാഗങ്ങളൊക്കെ അവർ വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതുണ്ട്. കാരണം നമ്മളത്
മാറ്റി നിർത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. ചീത്തയാണ്, മോശമാണ്, ഷെയിമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമല്ല. വൃത്തിയായിട്ട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കണമെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിം കണ്ടേ. അതിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഒരു 3 പെൺകുട്ടികൾ, പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ നിന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടിയുടെ സ്കേർട്ടിൽ പുറകിൽ റെഡ് ഡോട്ട് വന്നു, ബ്ലഡ് വരണം. അപ്പോൾ ഈ കുട്ടികൾക്ക് അറിയത്തില്ല, ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അപ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട്, നീ PT പീരീഡിൽ നീ ഒരുപാട് ഇങ്ങനെ ഊഞ്ഞാലോ ആടുകയോ ഓടുകയൊക്കെ ചെയ്തില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത്, ഈ ബ്ലഡ് വന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, നീ ഓടിയതല്ലേ, നിനക്ക് വരുന്നില്ലല്ലോ, അന്ന് നീ രാത്രി എന്താ കഴിച്ചത്, നീ എന്താ രാത്രി കഴിച്ചതിൻ്റെ ആയിരിക്കും അങ്ങനെ വന്നത്. അപ്പോൾ മറ്റേ കുട്ടി പറയുന്നുണ്ട്, ഇതില്ലേ നിനക്കെന്താ അസുഖമാണ്, നിനക്കെന്തോ വലിയ അസുഖമാണ്, മരിച്ചു പോണ അസുഖമാണ്, നീ ക്ലാസ്സിൽ വരണ്ട. അങ്ങനെ ഈ 3 കുട്ടികൾ ഇതെന്താണെന്നറിയാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഈ ബ്ലഡ് വന്ന കുട്ടിയാണെങ്കിൽ കരയുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധ എന്ന അവളുടെ പേര്. ആ സമയത്താണ് അവരുടെ ക്ലാസ് ടീച്ചർ ഈ ടോയ്ലറ്റിലേക്ക് കയറി വരുന്നത്. ടീച്ചർ പറയും, നിങ്ങൾ എന്തേ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്കോൾഡ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധ ഓടി വന്ന് ടീച്ചറെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് ടീച്ചർ കാണുന്ന അവളുടെ സ്കേർട്ടിൽ ബ്ലഡിൻ്റെ സ്ട്രെയിൻ കാണുന്നത്. അപ്പോൾ ടീച്ചർ മനസ്സിലാവും അവൾക്ക് പീരീഡ്സ് ആണ്. ഉടനെ ടീച്ചർ മനസ്സിലായി ഈ പിള്ളേർക്ക് അതിനുള്ള അവയർനെസ് ഇല്ല. അങ്ങനെയാണ് HMനോട് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാനുള്ള പെർമിഷൻ എടുത്തിട്ട് ഈ ടീച്ചർ ആ ക്ലാസ്സിൽ വന്നിട്ട് ആൺകുട്ടികളോട് പെൺകുട്ടികളും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട് അവിടെ നിന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വാട്ട് ഈസ് പീരീഡ്, വാട്ട് ഈസ് മെനിസ്ട്രേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് ആ ഷെയിമും പേടിയൊക്കെ മാറാണ്. ആ ഷോർട്ട് ഫിലിം എഴുതി കാണിക്കുന്ന ഒരു കാര്യമാണ്, 260 ലക്ഷം പെൺകുട്ടികൾക്ക്, ഇന്ത്യയിലെ പെൺകുട്ടികൾക്ക് they don't have awareness about the പീരീഡ്സ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല, മെനിസ്ട്രേഷൻ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. 260 ലക്ഷം കുട്ടികൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിൽ കുറേ അധികം കുട്ടികൾ പേടി കാരണം, നാണം കാരണം, കളിയാക്കലൊക്കെ പേടിച്ചിട്ട് അവർ ക്ലാസ്സിൽ പോകുന്നില്ല. they are becoming ഡ്രോപ്പ് ഔട്ട്സ്. അവർ ക്ലാസ്സിൽ പോകുന്നില്ല. അപ്പോൾ ഈ പബ്ലിക് അവെയർനെസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾക്ക് വേണം. ഇതെന്താണ് കാര്യം, ഇത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ്, ബോഡിയുടെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് മനോഹരമായിട്ട് ഈ കുട്ടികളെ ഈ ടീച്ചർ പഠിപ്പിക്കുന്നൊരു പാട്ടുണ്ട്, പീരീഡ്സ് കാ മത്തലബ് ഹേ ഹെൽത്തിയെ ഹാവ്, പീരീഡ്സ് കാ മത്തലബ് ഹേ ഹെൽത്തിയെ ഹാവ്. പീരീഡ്സിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, അതിൻ്റെ മീനിങ് എന്താണെന്നറിയാമോ, നിങ്ങൾ ഹെൽത്തിയാണ്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ ഹെൽത്തി. ദാറ്റ് ഈസ് വാട്ട് മേക്ക് അസ് എ വുമൺ. നിങ്ങൾ പെണ്ണാക്കുന്നത് എന്താ, അതാണ്. അത് ബോഡിയുടെ മെക്കാനിസമാണ്. അത് ഒരു ജെൻഡേഴ്സിന് ദൈവം തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് നീറ്റായിട്ട് സാനിറ്ററി പാഡ്സ് ഒക്കെ ഉപയോഗിക്കണം. അത് നീറ്റായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈശോ നമ്മോട് പറയാണ്, നിങ്ങളുടെ ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണ്. സോ കീപ്പ് ഇറ്റ് ഡിവൈൻ, കീപ്പ് ഇറ്റ് ക്ലീൻ. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു.